സൈന്യത്തിനെതിരെ പോസ്റ്റ് ഇടുന്നവർ ജാഗ്രത. കേന്ദ്ര സർക്കാരിനൊപ്പം ബി.ജെ.പിയും നിങ്ങളെ നിരീക്ഷിക്കുന്നു. ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ, ആർമി വിരുദ്ധ പോസ്റ്റുകൾ, നെഗറ്റീവ് റിപ്പോർട്ടിംഗ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുക. അത്തരം ഐഡികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ NIA വിവരം അറിയിക്കുക. രാജ്യദ്രോഹപരമായ കമന്റുകൾ, പോസ്റ്ററുകൾ ഇവയുടെ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങൾ NIAക്ക് ഇമെയിൽ ചെയ്ത് സഹായിക്കുകയോ അല്ലെങ്കിൽ പരാതിപ്പെടുകയോ ചെയ്യാം. മെയിൽ ID info.nia@gov.in, Kochi info.koc.nia@gov.in. Call for information 8585931100 അല്ലെങ്കിൽ 9654447345. അതും അല്ലെങ്കിൽ www.nia.gov.in/contact.htm എന്ന വെബ്സൈറ്റിലേക്കോ വിവരങ്ങൾ അയച്ചു നൽകാം. രാജ്യദ്രോഹികളുടെ സ്ഥാനം ജയിലിലാകണം. ഇത് BJPയുമായി ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ഒരു വിവരമാണ്. ഇക്കാര്യം പുറത്തു വന്നയുടനെ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ MA വിദ്യാർത്ഥിയെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്റർനാഷണൽ റിലയൻസ് എന്ന വിഷയത്തിൽ വിദ്യാർത്ഥിയായ അളവ രാമുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. പുൽവാമ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സൈനികർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. രാജ്യത്തെമ്പാടും തീവ്രവാദ ബന്ധമുണ്ടായിരുന്നവരും തീവ്രവാദ നിലപാടുകൾ പിന്തുടരുന്നവരും പോലീസിന്റെയും രാജ്യത്തിന്റെയും കർശന നിരീക്ഷണത്തിലാണ്. ഇത്തരക്കാരെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ജയിലിലടയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ് തന്നെ. കേന്ദ്ര സർക്കാരിനൊപ്പം കേരള സർക്കാരും ഇത്തരം കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുകയാണ്. കേരളത്തിൽ BJPയാണ് ഇത്തരം അധിക്ഷേപങ്ങൾ സംഭവിക്കുന്ന പോസ്റ്റുകൾ നിരീക്ഷിക്കുന്നത്. സൈന്യത്തെ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ മുൻപേ കുറ്റകരമാണ്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈന്യത്തിനെതിരെ പോസ്റ്റ് ഇടുന്നവർ ധാരാളമുണ്ട്. സൈന്യത്തിനെതിരെ പോസ്റ്റ് ഇടുന്നവർ ഏതെങ്കിലും അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളല്ല. അതേസമയം തീവ്ര രാഷ്ട്രീയ നിലപാടുകൾ പിന്തുടരുന്ന മത തീവ്രവാദ രാഷ്ട്രീയ കക്ഷികൾ സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനുമെതിരെ സ്ഥിരമായി പോസ്റ്റ് ഇടാറുണ്ട്. പോസ്റ്റ് ഇടുന്നവർ ആരായാലും അവരെ നേരിടാൻ തന്നെയാണ് രാജ്യത്തിന്റെ തീരുമാനം. രാജ്യം ഒറ്റക്കെട്ടായി ഇത്തരക്കാരെ നേരിടും. മത തീവ്രവാദ പാർട്ടികൾ പക്ഷേ രാജ്യത്തിനെതിരെ തന്നെ നിലപാട് തുടരുന്നുണ്ട്. മരിച്ച സൈനികരുടെ ശരീരഭാഗങ്ങളുടെ വ്യാജ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ CRPF കർശന നടപടിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിയമനിർമ്മാണത്തിന് ആലോചിക്കുന്നുണ്ട്. ഇതിന് ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയും നൽകുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ നിയന്ത്രണമില്ലായ്മ കടുത്ത നിയമ നടപടിക്ക് കാരണമാകുമെന്ന് അറിയാമെങ്കിലും കുരുക്കിൽ ചാടുന്നവർ ധാരാളമുണ്ട്. നിയമവ്യവസ്ഥകളെ ബഹുമാനിക്കാത്തതാണ് പ്രധാന കാരണം. കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥിക്ക് ജാമ്യമില്ലാത്ത വ്യവസ്ഥ അനുസരിച്ച് രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈന്യത്തിനെതിരെ പോസ്റ്റ് ഇടുന്നവർ ജാഗ്രത പാലിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.